പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. കലോത്സവ വേദിയിൽ തന്നെയാണ് മാതൃഭൂമി ന്യൂസ് കലക്കൻ കൊല്ലത്തിന്റെ വേദിയിൽ നിന്ന് രാവിലെ തന്നെ ഞാനും ഉണ്ണിച്ചേട്ടനും ഞങ്ങൾ റെഡിയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ആശങ്കയൊക്കെയുള്ള ഒരു ദിവസമാണ് കലോത്സവത്തിന്റെ രണ്ടാം ദിനം. അതെ, ഇന്നലെ രാത്രി മുതലേ ഇവിടെ കൊല്ലത്ത് നല്ല മഴയാണ്. അപ്പോ ഈ മഴ ചെറിയൊരു രീതിയിൽ ഓളം കുറയ്ക്കോ? ഓളം കുറക്കില്ല, പൊടി കുറക്കും. ഓളം കുറക്കില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോ ഇവിടെ രാവിലെ തന്നെ ആളും പേരും മേളവും ഒക്കെ ആയിട്ട് കലോത്സവത്തിന്റെ കലോത്സവം രണ്ടാം നാളായല്ലോ. രണ്ടാം നാളിലെത്തുമ്പോ ഇന്നലെയൊക്കെ വൈകുന്നേരമൊക്കെ നല്ല മത്സരമായിരുന്നു. ഒന്നാം സ്ഥാനത്തേക്ക് 2 ജില്ലകൾ. ഇല്ല, ഒന്നാം സ്ഥാനത്ത് നമ്മുടെ ആതിഥേയർ അല്ല, നമ്മുടെ രാവിലെ ആകുമ്പോഴേക്കും കോഴിക്കോട് രാവിലെ ആകുമ്പോഴേക്കും ഒന്നാം സ്ഥാനത്തെത്തി. ഒന്നാം സ്ഥാനത്തേക്ക് 197 പോയിന്റുമായിട്ട് കോഴിക്കോട് കപ്പ് കപ്പൊക്കെ അവര് സ്വർണ്ണ കപ്പൊക്കെ ഇവിടെ കൊണ്ടുവന്നു. പക്ഷെ തിരിച്ചു കൊണ്ടുപോകുമെന്ന് വെല്ലുവിളി ഉയർത്തി 197 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്തുണ്ട്. തൊട്ട് പിറകിൽ ആരൊക്കെയാണ് ഉണ്ട് ചേട്ടാ? കണ്ണൂരും ഉണ്ട്, ഒപ്പം തൃശ്ശൂരും ഉണ്ട്. രണ്ടുപേരും 195 196 പോയിന്റുമായിട്ട് രണ്ടുപേരും തൃശ്ശൂര്. പക്ഷേ കൊല്ലം വിട്ടുകൊടുത്തിട്ടില്ല. ഇന്നലെയൊക്കെ തുടക്ക സമയത്ത് 3-ാം സ്ഥാനത്തൊക്കെ നിന്നിരുന്നെങ്കിലും ഇപ്പൊ ഒന്ന് 6-ാം സ്ഥാനത്തേക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഒരു കുഴപ്പമില്ല, കയറി വരും എന്ന് തന്നെയാണ്. രാത്രി വരെ കണ്ണനായ കൂടെ ഉണ്ടായിരുന്നു. മഴയൊക്കെ നനഞ്ഞ് രാവിലെയും കണ്ണൻ ഇവിടെ വന്ന് വേദിയിലുണ്ട്. അതെ. എന്താ കണ്ണനോട് ചോദിക്കാം, ഇന്നത്തെ പോയിന്റ് നിലയും ഇന്നലത്തെ മഴയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട്. കണ്ണ, എന്താ അവസ്ഥ? മഴ ഇന്ന് ബുദ്ധിമുട്ടിക്കോ അതോ കലോത്സവത്തെ ഒന്നുകൂടി ഉഷാറാക്കുവോ? എത്ര മഴയുണ്ടെങ്കിലും കൊല്ലത്തുകാർ കലോത്സവത്തിന് വേണ്ടി വരും ഉണ്ണി. അതാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ മഴ ഒരു പ്രശ്നമായിട്ട് ഈ അകത്തിരിക്കുന്ന ആൾക്കാർക്ക് പോലും പ്രശ്നമാകുന്നുണ്ട്. കാര്യം പ്രധാന വേദിയിലൊക്കെ തന്നെ വെള്ളം കയറിയ അവസ്ഥ. പ്രധാന വേദിയിലേക്ക് കയറാൻ പോലും ഒരു സൈഡിൽ കൂടെ കയറാൻ പോലും സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇന്നലെ പെയ്ത മഴയുടെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ജില്ലാ കളക്ടർ ഇവിടെ എത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചു പോയി. തൊട്ട് സമീപത്ത് തന്നെ പോലീസിന്റെ പവലിയനും മറ്റ് പവലിയനൊക്കെ തന്നെ ഉണ്ട്. അവയൊക്കെ ചോർന്നൊലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അവയൊക്കെ തന്നെ പരിഹരിക്കാൻ സാധിക്കും. ഇന്ന് ശക്തമായ മഴയുണ്ടായില്ലെങ്കിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും. ഇപ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, പോലീസിന്റെ കൺട്രോൾ റൂമിന്റെ അടക്കം വെള്ളം കയറി. മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വന്നു കഴിഞ്ഞാൽ അകത്തേക്ക് കയറാൻ സാധിക്കാത്ത രീതിയിൽ വെള്ളം കയറിയ ഒരു അവസ്ഥയുണ്ട്. അതിന് സമാനമാണ് ഈ പ്രധാന വേദിയിലൊക്കെ തന്നെ ഉള്ളത്. പല സ്ഥലങ്ങളിലും രാത്രിയിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അത് അവരെ എത്തിയ കാഴ്ച കാണാനെത്തിയ ആൾക്കാരെയൊക്കെ തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കിയ ഒരു പ്രശ്നം തന്നെയാണ്. എന്തായാലും ഇന്ന് ചെറിയ രീതിയിൽ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള അറിയിപ്പുണ്ട്. അത് ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്ത് തന്നെ ആയാലും, എത്ര ആശങ്ക ഉണ്ടായാലും ആ പ്രശ്നങ്ങളൊക്കെ തന്നെ ആ കലാ പരിപാടികൾ കൊണ്ട് മറികടക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയുണ്ട്. നേരത്തെ പറഞ്ഞ പോയിന്റ് നിലയിൽ അല്പം വ്യത്യാസമുണ്ട്. കാര്യം ഇന്നലെ രാത്രി വൈകി വന്ന പോയിന്റ് നിലയിൽ കോഴിക്കോട് 212 പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. തൃശ്ശൂരും കണ്ണൂരും ഒപ്പത്തിനൊപ്പമാണ് 210 പോയിന്റ് 2 ടീമുകൾക്കുമുണ്ട്. മലപ്പുറം 4-ാം സ്ഥാനത്ത് 203 പോയിന്റും, പാലക്കാട് ഒറ്റ പോയിന്റ് വ്യത്യാസത്തിൽ 202 പോയിന്റുമായി 5-ാം സ്ഥാനത്ത്. പിന്നെ ഞങ്ങളുടെ കൊല്ലമാണ് 199 പോയിന്റും. ഒരു സംശയം വേണ്ട, ഞങ്ങളുടെ കൊല്ലം ഇനി ഇന്നത്തെ മത്സരങ്ങളിലൂടെ കടന്ന് 1-ാം സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. ഇന്ന് ഒട്ടേറെ മത്സരങ്ങൾ നടക്കാനുണ്ട്. ജനപ്രിയ ഇനങ്ങളായിട്ടുള്ള ഒട്ടേറെ മത്സരങ്ങൾ നടക്കാനുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് എല്ലാ ആൾക്കാരും ഉള്ളത്. ശരി കാണാൻ, കൊല്ലത്തിന്റെ പ്രതീക്ഷയാണ് കാണാൻ. തീർച്ചയായും ആവേശമല്ലേ. നമ്മൾ പറഞ്ഞ പോയിന്റ് നിലയിലെ മാറ്റമാണ്. മാറ്റമില്ല, പക്ഷെ സ്ഥാനങ്ങളിലെ മാറ്റമില്ല, പോയിന്റിൽ മാത്രമേ മാറ്റമുള്ളൂ. അപ്പൊ കൊല്ലം എന്തായാലും വലിയ ആവേശത്തിലാണ്. മഴയൊന്നും ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് തന്നെയാണ് കൊല്ലംകാരുടെ വിശ്വാസം. അതെ, അത് ഒരു ഓളമായിട്ട് പോവാണ്.